ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. സി-ടെറ്റ് നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഡിസംബർ 15 എക്സാം എന്ന് പറയുന്നത്. അതിന് മുൻപ് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യേണ്ട, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 16 അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം. അതിൽ തന്നെ മാത്സ് എങ്ങനെ, പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് മാത്സ് എന്ന് പറയുന്നത്. പലരും ആ ഒരു മാത്സിന്റെ ബേസ് വിട്ട ആൾക്കാരായിരിക്കും പല ആൾക്കാരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിലബസിലെ മാത്സിൽ നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം? ഇനിയിപ്പോ ഒക്ടോബർ 16 ആ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് 2 മാസമാണ്, നവംബറും ഡിസംബറും. ആ 2 മാസം നിങ്ങൾ മാത്സിനെ എങ്ങനെ ചെലവഴിക്കണം, അതുപോലെ തന്നെ മാത്സ് എവിടുന്ന് പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ പെഡഗോജി ഉണ്ട്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഭാഗവും ഉണ്ട്. അതിൽ അരിത്തമെറ്റിക് ഭാഗം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഏരിയയാണ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. അത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. സോ നമ്മുടെ സിലബസിൽ പറയുന്ന ടോപ്പിക്കാണ് പ്രധാനമായിട്ടും നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, അതുപോലെ ജോമെട്രി. ഇത്തരം കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് മാത്സിന് 30 മാർക്കാണ് വെയിറ്റേജ്. ഈ 30 മാർക്കിൽ 20 മാർക്ക് 30 മാർക്കിൽ 20 മാർക്ക് അരിത്തമെറ്റിക്കിനും 10 മാർക്ക് പെഡഗോജിക്കുമാണ്. അപ്പൊ ആ 20 മാർക്കിൽ നല്ലൊരു ശതമാനം മാർക്കും എങ്ങനെ സ്കോർ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, ജോമെട്രി. ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം? അപ്പൊ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ഇതിൽ ഏതാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, ജോമെട്രി, ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ഏതാണ്? അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ഇതിൽ നിന്നൊരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും ഇറ്റ്സ് നമ്പർ സിസ്റ്റം, അല്ലെ? അതായത് നമ്പർ സിസ്റ്റം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്. നമ്പേഴ്സ് വെച്ച്, ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, മറ്റ് പ്രൈം നമ്പേഴ്സ് പോലത്തെ മറ്റ് നമ്പേഴ്സ്, അത് വെച്ചുള്ള പ്രോബ്ലംസ്, അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ്, ഇതൊക്കെ ഈ ടോപ്പിക് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് NCERT 6th ടെക്സ്റ്റ് ബുക്കിലെ ഭാഗങ്ങളാണ്. ഈ ഒരു നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൽ നിന്ന് മാത്രമാണ് ചോദ്യം വരിക എന്നല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് അത് പഠിച്ചു തുടങ്ങുക. കാരണം അത് പഠിച്ച് സെറ്റ് ആവുമ്പോൾ, അതായത് അതിലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബാക്കിയുള്ള ടോപ്പിക് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ ജോമെട്രി ഒക്കെ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ബേസിക്, അതായത് മാത്സിന്റെ ബേസിക് അധികം വിട്ട ആൾക്കാരുണ്ടാവും, അവരെ കുറിച്ചാണ് പറയുന്നത്. സോ അവർ ആദ്യം തൊട്ട് ജോമെട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇക്വേഷൻസ് ഉള്ള 2D ഷേപ്സിന്റെയും 3D ഷേപ്സിന്റെയും ഒരുപാട് ഇക്വേഷൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ജോമെട്രി എന്ന് പറയുന്നത്. സോ അവര് അത് നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ബുദ്ധിമുട്ടാവും, ആ ഒരു മാത്സ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അവർക്ക് പോകും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് നിന്ന് പതിയെ പതിയെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിലേക്ക് പതിയെ പതിയെ പഠിച്ചു തുടങ്ങുക. പിന്നെ പഠിക്കൽ മാത്രമാണോ? മാത്സിന്റെ കാര്യത്തിൽ പഠിക്കൽ മാത്രമല്ല, എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ. നമ്മൾ സി-ടെറ്റ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, നമ്മുടെ ചാനലിൽ ലൈവ് പോകുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ലഭ്യമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാത്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക. മാത്സിൽ പഠിത്തം എന്ന് പറയുന്ന സംഭവമില്ല, മാത്സിലെല്ലാം പ്രവർത്തിക്കലാണ്. അതായത് മാത്സിലെ ഓരോ ചോദ്യങ്ങളും പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്? ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഇത്രയും സമയം കൊണ്ട്, അവിടെ ടൈമിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, വളരെ കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ മൈൻഡിൽ റീഡ് ചെയ്യണം. അപ്പൊ അത് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ഈ സിലബസിൽ പറഞ്ഞ ടോപ്പിക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഓരോ ദിവസവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, വിവിധ സബ്ജക്റ്റുകൾ, ഞാനിവിടെ മാത്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ മാത്സിലുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക്
ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാത്സ് വിഷയത്തിൽ നല്ലൊരു ശതമാനം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. ഈ ഒരു സിടെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ബാച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആരെങ്കിലും അപ്ലൈ ചെയ്ത് എവിടെ പഠിക്കണം എന്നുള്ള, അതുപോലെ തന്നെ പഠിക്കണം എന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് ഉള്ള സ്ഥാപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് ഉള്ള സ്ഥാപനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സ്ഥാപനമാണ് നമ്മുടേത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മറ്റൊന്നും ചിന്തിക്കാതെ തുടക്കം തൊട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നത്, സിടെറ്റ് 1 ആണോ 2 ആണോ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം അത്തരം ടോപ്പിക്കുകളുടെ കണ്ടന്റുകളും PYQs നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അതുപോലെ നവോദയ സ്കൂളുകൾ, ഇവിടെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്കുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് സിടെറ്റ് എന്ന് പറയുന്നത്. സോ ആ പരീക്ഷ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാണ് ഈ ഒരു നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള വഴി ഒന്നുകൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഈ സിടെറ്റ് പേപ്പർ 1ഉം പേപ്പർ 2ഉം അതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് കോഴ്സാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാത്സിന്റെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ആ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. അതുപോലെ സിലബസിൽ പറഞ്ഞ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് അവൈലബിൾ ആണ്, ലൈവ് ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമാണ്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാം ആഗ്രഹിക്കുന്നുണ്ട്, ഈ യോഗ്യത പരീക്ഷ പാസ്സാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ടേ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8589083568 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ സിടെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് മാത്സുമായി ബന്ധപ്പെട്ട് ഏതാനും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.